ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഉണ്ടല്ലോ നമ്മളൊരു വെറൈറ്റി കറിയാണ് കേട്ടോ വെക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ പപ്പടമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു 5-6 പപ്പടം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പീസാക്കി വെട്ടിയെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി ചീനച്ചട്ടി വെച്ചും കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് തിളച്ചങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ പപ്പട കഷ്ണങ്ങൾ അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ പപ്പടമൊക്കെ നമ്മൾ സാധാരണ പോലെ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞ് ആ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരി മാറ്റി ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രത്തോളമാണ് ഉണ്ടായത്. ഇനി ആ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള, ഒരു 1.5 സവാള അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇതൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വഴറ്റാണ് കേട്ടോ. ഒന്ന് വഴന്ന് അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി കേട്ടോ. ഞാനിവിടെ മീറ്റ് മസാലയാണ് അതിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ആ പച്ചമണം അങ്ങോട്ട് മാറി വരുന്നത് വരെ അങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് അങ്ങ് വരുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് അപ്പം തന്നെ തിളക്കില്ല. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ അത് ഒഴിച്ച് 2 മിനിറ്റിനുള്ളിലൊന്ന് തിളയ്ക്കും. അങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ പപ്പടം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുവരേക്കും ഞാനതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടത്തിൽ ഉപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒക്കെ നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇവിടെയാണെങ്കിൽ ഈ പപ്പടം കറി വയ്ക്കാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പപ്പടത്തിന് അപാരമായിട്ടുള്ള ഉപ്പാണ്. നമുക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ആ പപ്പട കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തും കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കേട്ടോ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ് ഒന്ന് കൂട്ടി ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കാം. വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ എനിക്ക് ചേർക്കേണ്ട ആവശ്യം വന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആരോ ഒരാൾ ഇങ്ങനെ മറന്നിരുന്നും കഴിഞ്ഞ് ഇതിൽ ഉപ്പ് ചേർത്തിരുന്നതാണ്. അങ്ങനെയായിരിക്കും ആ പപ്പടം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിലൊട്ടും ഉപ്പ് ചേർക്കേണ്ടതായിട്ട് വന്നില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി മല്ലിയിലയൊക്കെ വിതറി കഴിഞ്ഞ് നമ്മൾ എടുത്തത് അടിപൊളി കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അതിൽ തേങ്ങ വറുത്തരച്ചും കഴിഞ്ഞിട്ട് ചേർക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതാ കാണിക്കുന്നത് ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ്. ഇതിനിടയ്ക്ക് രമേശ് ചേട്ടൻ ഓഫീസിലൊക്കെ പോയി കേട്ടോ. പിന്നെ ഞാൻ വൈകിട്ട് ഞാനും രാഗിയും കൂടിയിട്ട് നനയ്ക്കാനായിട്ട് വന്നതാണ് നമ്മുടെ പച്ചമുളകും തോട്ടത്തിൽ കേട്ടോ. അപ്പോൾ ഈ പടവുകളിലുണ്ടായിരുന്ന പുല്ലുകളൊക്കെ ഇപ്പോൾ കരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം വേനൽ കടുത്ത് വരാണല്ലോ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകൾ ഇപ്പോൾ താഴോട്ട് ഇറങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആദ്യം 2 സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേക്ക് വെള്ളം ഉണ്ടായതാണ് കേട്ടോ. ഇപ്പോൾ ഈ വശത്തായിട്ട് കുറച്ച് പായൽ എടുക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ സ്ഥലത്തും ആ പായലൊക്കെ പോയി കഴിഞ്ഞ് വെള്ളം തെളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. നല്ല വെയിലും ചൂടൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വന്നും കഴിഞ്ഞ് ഈ കുളത്തിൽ ഈ പായലൊക്കെ നീക്കിയിട്ട് അതിൽ കാലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുമ്പോൾ ഒന്നും പറയണ്ട, ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ. നല്ല തണുപ്പും കുളിരുമാണ്. ഇതുപോലെ ചൂടായിട്ട് കിടക്കുകയാണെങ്കിലും അങ്ങനെയുള്ള സമയമാണെങ്കിലും വെയിലടിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാലൊക്കെ ഇട്ടടിക്കുമ്പോൾ തന്നെ കണ്ണിലേക്ക് തന്നെ ആ തണുപ്പൊക്കെ കയറി വരുന്ന പോലെയൊക്കെ അങ്ങോട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കാലിടാൻ വേണ്ടി വന്നതല്ല. ബക്കറ്റിൽ വെള്ളം എടുത്തും കഴിഞ്ഞ് മോട്ടറിൽ ഒഴിച്ചിട്ട് വേണം നമുക്ക് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ അടിച്ച് നമ്മൾ അവിടെയൊക്കെ നനച്ചിട്ടാണ് വന്നത്. വന്ന വഴി ഞാൻ ഒരു സംഭാരം കുടിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ മോരിൽ ഇഞ്ചി, അതുപോലെ ഒരു കാന്താരി മുളക്, നാരകത്തിൻ്റെ ഇല, കല്ലുപ്പ് ചേർത്ത് അടിച്ചും കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഈ നനയ്ക്കാനായിട്ടൊക്കെ പോയത് കേട്ടോ. അങ്ങനെ നനച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് തണുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. നമ്മളല്ലെങ്കിലും ഇപ്പോൾ വേനൽക്കാലമല്ലേ, നമുക്ക് പറ്റാവുന്ന തരം ഡ്രിങ്കുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുടിക്കാനായിട്ട് നോക്കണം കേട്ടോ. വൈകിട്ടാണെങ്കിൽ ഞാൻ ടാങ്ക് കലക്കിയതൊക്കെ ഒരു ഗ്ലാസ്സൊക്കെ കുടിക്കും കേട്ടോ. അത് ഇതുപോലെ തന്നെ തണുപ്പിച്ചിട്ടാണ്. ഭയങ്കര തണുപ്പ് എനിക്കൊന്നും പറ്റില്ല കേട്ടോ. അത് കാരണം ഞാൻ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കുടിക്കാറ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കലക്കിയ വെള്ളമായാലും കലക്കാത്ത വെള്ളമായാലും നമ്മൾ എന്ത് തന്നെയായാലും ഇപ്പോൾ വേനൽക്കാലമായി നമ്മൾ ആവശ്യം പോലെ വെള്ളം കുടിക്കാനായിട്ട് ആരും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മൾ തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളോട് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാം, ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചും കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വൈകിച്ച് നടക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇരുമ്പും പുളി ഇഷ്ടം പോലെ ഉണ്ടായിട്ട് കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് ഞാൻ അരിയാനായിട്ട് പൊട്ടിച്ചതാണ് കേട്ടോ. കാണുമ്പോൾ ഉള്ള ഒരു കൗതുകം കൊണ്ടാണ് കേട്ടോ. അച്ചാറൊന്നും വലിയ ഇഷ്ടമില്ല, എന്നാലും കുറച്ചിങ്ങനെ ഇത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു
വിചാരിച്ചിട്ടാണ് കേട്ടോ കഴുകി അരിഞ്ഞൊക്കെ എടുത്തത്. ഈ ഒരു ബോക്സിലിട്ട് കഴിഞ്ഞ് കുറച്ച് കല്ലുപ്പ് അതിൻ്റെ മുകളിലിടും, വീണ്ടും പുളിയിടും, അങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞ് ഒരു ദിവസം വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം നമുക്ക് അച്ചാറുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉപ്പിടുമ്പോൾ ഇവിടെ ചിഞ്ചുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉണക്കാനായിട്ട് ഇടും കേട്ടോ. ഉണക്കാനിടുന്നത് ചിഞ്ചുവിന് തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉണങ്ങി വരുമ്പോൾ തന്നെ ഇത് കുറയും. അതുകൂടാതെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണക്കുന്ന സാധനങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എടുത്ത് തിന്നണമല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്കത് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ചിഞ്ചോടില്ലാത്തതുകൊണ്ടും അത് ചെയ്യുന്നില്ല കേട്ടോ. അതിന് പകരം അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കല്ലുപ്പൊക്കെ വിതറി കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്തു വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നാളെ അത് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ഓരോ ദിവസവും ചെയ്യുക. നമ്മുടെ പ്രകൃതിയിൽ നമ്മുടെ തൊടിയിൽ കിട്ടുന്ന ഒരു സാധനങ്ങൾ നമ്മൾ വെറുതെ കളയാറുമില്ല അല്ലേ. ഇതുണ്ടല്ലോ, ഞാൻ കുറേ ദിവസം മുൻപ് നെല്ലിക്ക വാങ്ങി കഴിഞ്ഞിട്ട് ഉപ്പിലിട്ട് വെച്ചിരുന്നല്ലോ. അപ്പോൾ ശരിക്കും ഉപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ നമുക്ക് എടുത്ത് തിന്നാനായിട്ട് നല്ല രസമാണ്. നമ്മുടെ ചുറ്റിലും ഇപ്പോൾ നെല്ലിക്കയോ നെല്ലിപ്പുളിയോ ചാമ്പയ്ക്ക ലൂവിക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പിലിട്ടും അച്ചാറിട്ടൊക്കെ നമ്മൾ വെക്കണം കേട്ടോ. അതാത് സീസണിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതൊക്കെ ഒരു രസം തന്നെയാണ് അല്ലേ. അടുത്ത കൊല്ലമായിരിക്കും വീണ്ടും ചിലപ്പോൾ ഇതൊക്കെ വീണ്ടും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയും കൂടിയാണ്. അത് മാത്രമല്ല, നമ്മളൊന്നും പാഴാക്കി കളയരുത് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉള്ളത് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുമ്പോൾ നമുക്ക് ആ സാധനങ്ങളോട് വലിയ ഇഷ്ടം തോന്നില്ല. 2 ദിവസം കഴിയുമ്പോഴേക്കും മട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം കേട്ടോ. നമ്മുടെ റിയയുടെ കൊച്ചുണ്ടല്ലോ, വിക്കിക്കാണെങ്കിൽ കിടക്കാൻ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് അവിടെ ഒന്നും പറ്റുന്നില്ല കേട്ടോ. കാരണം മൗഗ്ലി ചേട്ടനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവനും ഇതുപോലെ കിണറിൻ്റെ വക്കത്ത് കിടക്കണം. പക്ഷെ പേടിയായിരിക്കുമേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ചട്ടിയിൽ കയറി കഴിഞ്ഞിട്ട് കിടന്നത് കേട്ടോ. കാണാനായിട്ട് നല്ല രസമുണ്ട് അവൻ്റെ ആ കിടപ്പൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട്, അല്ല ഈ മാവിൻ്റെ ചുവട്ടിലെ ഈ ഇതൊക്കെ ഒന്ന് അടിക്കാൻ, ചവറൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ വല്ലാത്ത മഴക്കാരാണ് കേട്ടോ. എപ്പോഴും മങ്ങി നിന്ന് മഴക്കാരിത് മാവിൻ്റെ മുകളിൽ മുട്ടിയെന്ന് തോന്നുന്ന വിധത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല, വല്ലാത്ത ചൂടും പുഴുക്കുമാണ് കേട്ടോ. ഈ മഴ പെയ്യുന്നുമില്ല, എന്നാൽ മഴക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം ഈ മാവിലകളൊക്കെ അടിച്ചു കൂട്ടിയും കഴിഞ്ഞ് അവിടെ നേന്ത്രവാഴയുടെ കൂട്ടം നിൽക്കുന്നുണ്ട്, അതിൻ്റെ കടക്കയിലേക്ക് അടിച്ചാക്കുകയാണ് കേട്ടോ. അല്ലാതെ ഒന്നുമില്ല കേട്ടോ. കാരണം കനത്ത ചൂടാണ്. ഈ സമയത്ത് കരിയിലയും കൂടി കത്തിച്ചിട്ടുള്ള ഒരു ചൂട് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുൻപൊക്കെ കത്തിച്ചിരുന്ന ചാര അവിടെ കുറച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ വാഴി നമുക്ക് പച്ചമുളകും തൈക്കും മറ്റൊക്കെ ഇടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും കുക്കിംഗ് മാത്രമല്ല അല്ലേ, നമുക്ക് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ തൊടിയും ഒക്കെ നമ്മൾ വൃത്തിയാക്കി നല്ല ഭംഗിയിൽ ഇടണം കേട്ടോ. അപ്പോൾ അതാ മാവിൻ്റെ ചുവടിൽ നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ണിമാങ്ങ എന്ന് പറയാൻ പറ്റില്ല, ഒരുവിധം വലിപ്പമായിട്ടുള്ള മാങ്ങകളാണ് കേട്ടോ വീണിരിക്കുന്നത്. ഈ മഴക്കാലിൻ്റെ ചൂട് കൊണ്ടിട്ട് ഉരുകി വീഴുന്നത് എങ്ങാണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിലിടെ അച്ചാറിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. വെറുതെ കളയാനായിട്ട് തോന്നില്ല കേട്ടോ. അത്രയും ചെറുതുമല്ല, ഒരുവിധം വലുതായതല്ലേ. അപ്പോൾ ഈ മഴക്കാര് കൊണ്ട് മഴ കിട്ടിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ദ്രോഹങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. കാരണം മാങ്ങകളൊക്കെ ഇങ്ങനെ വീണ് പോയിക്കോളും. അല്ലാതെ എന്താ പറയുക, നല്ല വലിപ്പം വെച്ച് കിട്ടേണ്ടതല്ലേ ആയിരുന്നത്. ഇതിപ്പോൾ പകുതി വലിപ്പമായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എല്ലാം വീണില്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ. മാങ്ങ വീഴുന്നത് കണ്ട് വിലപിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പുറത്ത് നിൽക്കുന്ന ആ കുട്ടിപ്ലാവിൽ ചെറിയ ചക്കകളും ഇങ്ങനെ വാടി വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോരാഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ചൂടൊക്കെ കൊണ്ട് വെള്ളം പോരാഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ആവായിരിക്കാം. അപ്പോൾ മുൻപ് കത്തിച്ചേക്കുന്ന ആ ചാരമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ പച്ചമുളകിനും മറ്റൊക്കെ ചെടികൾക്കൊക്കെ ഇടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കി മൗഗ്ലിക്കൂട്ടനും വിക്കിയൊക്കെ അവിടെ ഇങ്ങനെ കിണറിൻ്റെ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാരം വാരി ഇടുന്നത് എൻ്റെ മനസ്സിലുണ്ട്. ഇന്ന് വൈകുന്നേരം എപ്പോഴെങ്കിലും മഴ പെയ്തെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം കൂടിയ ഈ ചാരവും വെള്ളമൊക്കെ ആയിട്ട് ചെടിക്ക് നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ അതൊന്നും നടക്കുമെന്നൊന്നും അറിയില്ലെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ ജലനിധിയുടെ വെള്ളം അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചാരാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുവിധം ചെടികൾക്കൊക്കെ. അപ്പോൾ ഞാൻ എല്ലാത്തിനും നനയ്ക്കുകയാണ് കേട്ടോ. കാരണം ജലനിധിയുടെ വെള്ളം വന്നപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് അലക്കലും അതുപോലെ തന്നെ അടിച്ചു വാരലും മുറ്റത്തൊക്കെ വെള്ളം തെളിക്കലും കാര്യങ്ങളും അങ്ങനെ എല്ലാ ഗ്രോ ബാഗുകളിലൊക്കെ ഞാൻ വെള്ളമൊക്കെ നനച്ച് ഭയങ്കര ഒരു സന്തോഷം തോന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ചക്കയൊക്കെ നന്നാക്കി കഴിഞ്ഞ് വേവിച്ച് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ വരുമ്പോൾ കട്ടൻ ചായയും ഈ ചക്ക ഉപ്പേരിയും കൂടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് 3 മാങ്ങ എൻ്റെ ഫ്രണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് ചേട്ടനോട് എന്തെങ്കിലും
മീൻ വാങ്ങിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാങ്ങിയിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിലോ നമ്മുടെ നാടൻ മുളകും പിന്നെ ഈ മുളക് പൊടിയും കൂടിയൊക്കെ ഇട്ടപ്പോൾ അതേ നല്ല പോലെ എരിവ് അങ്ങോട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലുവ ഇവിടെ ഇരിക്കുന്നത് ഭാഗ്യം, അലുവ എടുത്ത് കഴിക്കേണ്ടതായിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. രമേശ് ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ വന്ന് ഇറങ്ങാൻ മൗഗ്ലിക്കുട്ട സമ്മതിക്കുന്നില്ല. കാരണം മത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ വണ്ടിയുടെ മുകളിലേക്ക് കയറൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് ആ കിറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ രമേശ് ചേട്ടന് ചായയൊക്കെ കൊടുത്തതിന് ശേഷം മീൻ നന്നാക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. മീൻ നന്നാക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട. കോഴികളും നമ്മുടെ പൂച്ചക്കുട്ടന്മാരും പിന്നെ കാക്ക ഇതൊക്കെ ആയിട്ട് അവിടെ നല്ല ബഹളമാണ് കേട്ടോ. അത് കൂടാതെ മതിലിൻ്റെ തൊട്ടപ്പുറത്ത് അഫീല നിന്ന് കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അഫീലോട് സംസാരിച്ചുകൊണ്ടാണ് മീൻ നന്നാക്കുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് കാക്കേനെ നമ്മുടെ ഗാർഗിയാണെങ്കിൽ കൊത്തി ഓടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിരി വന്നിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ പറയും, നോക്കി ഗാർഗിക്ക് നല്ല സാമർഥ്യം ഉണ്ട് കേട്ടോ കാക്കേനെ ഓടിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നത്. ഇനി എന്തൊക്കെ ജോലികളാണല്ലേ നമ്മൾ വീട്ടമ്മമാർ ഒരു ദിവസം ചെയ്തു കൂട്ടുന്നത്. പമ്പരം കറങ്ങുന്നത് പോലെയാണ് ഈ ജോലികളൊക്കെ ചെയ്ത് നടക്കുന്നത് നമ്മൾ. അപ്പോൾ ഓരോ ജോലികൾ കഴിയുമ്പോഴും റെസ്റ്റ് എടുക്കാനും അതുപോലെ വെള്ളം കുടിക്കാനും നേരത്തിന് ഫുഡ് കഴിക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണെന്നുള്ള കാര്യം എപ്പോഴും ഓർക്കണം കേട്ടോ. കണ്ടോ, നമ്മൾ പച്ചമുളകൊക്കെ വാങ്ങിയപ്പോൾ അതിന് ഞെട്ടൊക്കെ കളഞ്ഞ് കഴുകി തുടച്ചൊക്കെ ബോക്സിലാക്കി വെച്ചത് ഫ്രഷ് ആയിട്ട് തന്നെ ഇപ്പോഴും അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ മാങ്ങയ്ക്കാണെങ്കിൽ പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടും കഴിഞ്ഞ് നമുക്ക് കുറച്ച് മീൻ കറി വെക്കണം, പിന്നെ കുറച്ച് വറുക്കാനും വേണം കേട്ടോ. എന്നാലും ഇത് 1 കിലോ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബോക്സിലാക്കി കഴിഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് വെക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അപ്പോഴപ്പോഴും നമ്മൾ ഓരോരോ സാധനങ്ങൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെറുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെക്കുക. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചാടിപ്പടഞ്ഞ് ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് പിന്നെ കുറച്ച് കുറുകിയൊക്കെ വരുമ്പോഴാണ് കേട്ടോ മാങ്ങ അതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് പൊരിക്കാനായിട്ട് എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ രാത്രി നമുക്ക് മീൻ കറിയും മീൻ വറുത്തതും അതുപോലെ തന്നെ ചക്കുപ്പേരി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറി ആവുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ വെച്ചാൽ നാളേക്കും കുറച്ചിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഉപ്പേരിക്കറിയൊക്കെ നാളെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറക്കരുത് കേട്ടോ. കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.